സുഗമോദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശാരിക കെവിന്റെ പ്രണയ ചതിയിൽ വീണിരിക്കുകയാണ്. എന്തായാലും അതാരും തന്നെ അറിഞ്ഞിട്ടില്ല. ശാരികയാണെങ്കിൽ കെവിനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ടെങ്കിലും അവൻ പല ഉദ്ദേശങ്ങളും നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ശാരികയ്ക്കൊപ്പം ചേർന്നിരിക്കുന്നതെന്നുള്ള സത്യം അവൾ മനസ്സിലാക്കുന്നില്ല. ഈ സമയം നന്ദനാവട്ടെ ഇസബല്ല കൊടുത്ത കാറുമായിട്ട് ചന്ദ്രോത്ത് വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ ആരാണ് കാറ് സമ്മാനിച്ചതെന്നൊക്കെ പ്രഭ ചോദിക്കുന്നുണ്ടെങ്കിലും ഇസബല്ലയാണെന്നൊക്കെ പറയുകയാണ്. ആദ്യം പ്രഭ എതിർക്കുകയാണ്. പെട്ടെന്നാണ് അവിടേക്ക് സിദ്ധാർത്ഥം വരുന്നതും ഇതുപോലെയുള്ള സമ്മാനങ്ങൾ ചന്ദ്രത്തിന് അപമാനമാണെന്നും എത്രയും പെട്ടെന്ന് തിരിച്ചു കൊടുക്കുമെന്നും അതുപോലെ തന്നെ നിന്റെ ഭാര്യ ഈ സമ്മാനം അവൾ തന്നത് അറിഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സത്യത്തിൽ ആ ഒരു പെൺകുട്ടി തീ തിന്ന് നടക്കുകയാണ്. കാരണം MLA സ്ഥാനം പോലും തെറിക്കാവുന്ന തരത്തിലുള്ള ഫയലാണ് കാണാതെ പോയിരിക്കുന്നത്. ഈ വീട്ടിലുള്ളവർ തന്നെയാണ് അതിന് കാരണക്കാർ. കാരണം അഴിമതി കാണിക്കാൻ ഇവിടെ അമ്മയെയും മോനെയും കഴിഞ്ഞിട്ടല്ലേ ആൾക്കാരുള്ളൂ എന്നൊക്കെ പറഞ്ഞ് സിദ്ധു പ്രഭാവതിയെയും നന്ദനെയും ചൊടിപ്പിക്കുന്നുണ്ട്. നന്ദനാണെങ്കിൽ ആകെ ഒന്ന് പകച്ചു പോവുകയാണ്. കാരണം സിദ്ധു സത്യങ്ങളാണ് വിളിച്ചു പറയുന്നതെന്ന് അവനറിയാം. പ്രഭയ്ക്കാണെങ്കിൽ ഇക്കാര്യത്തിൽ യാതൊരു അറിവുമില്ല. അതുകൊണ്ട് തന്നെ പ്രഭ എതിർക്കുന്നുണ്ട്. പിന്നീട് ഈ സമ്മാനം വാങ്ങിയതിൽ നിന്നെ നോക്കി ഞാൻ ലജ്ജിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥനാണെങ്കിൽ അകത്തേക്ക് കയറി പോകുന്നുണ്ടെങ്കിലും നന്ദനോട് പ്രഭാവതിയും അത് തന്നെയാണ് പറയുന്നത്. ഇതുപോലെയുള്ള സമ്മാനങ്ങൾ ഒരിക്കലും കൈപ്പറ്റരുത് മോനെ, ഇതൊക്കെ എന്തോ വലിയ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നുന്നു. എന്തായാലും ഇത് തിരിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാവതിയും നന്ദനെ ഒറ്റപ്പെടുത്തുകയാണ്. അങ്ങനെ പ്രഭയുടെ കൂട്ടത്തിൽ നന്ദനും അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അവിടെ വെച്ച് വീണ്ടും പ്രഭാവതി നന്ദനെ ഉപദേശിക്കുകയാണ്. പിന്നീട് കെവിൻ ആണെങ്കിൽ ശാരികയുമായിട്ട് ആ ഒരു ബന്ധം വീണ്ടും വീണ്ടും ഊട്ടി ഉറപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശാരികയാണെങ്കിൽ കെവിന് വേണ്ടി സാരിയൊക്കെ ഉടുത്തിട്ട് വന്നിരിക്കുകയാണ്. സാരിയിൽ സുന്ദരിയായിട്ടുണ്ടെന്നൊക്കെ വീണ്ടും കെവിൻ പറയുന്നുണ്ട്. പക്ഷെ ശാരിക മനസ്സിലാക്കുന്നില്ല കെവിനും ഇസബല്ലയും എല്ലാവരും തമ്മിൽ വലിയൊരു ചതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. താനും ആ ചതിയിൽ ഒരു അംഗമായി കഴിഞ്ഞിരിക്കുന്നു എന്ന്. അങ്ങനെ നന്ദൻ പ്രഭയോട് പറയുന്നുണ്ട്, അമ്മേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അമ്മ അറിയാതെ ഞാൻ ഇതുവരെയും ഒന്നും ചെയ്തിട്ടില്ല. എന്താ മോനെ, എന്താ കാര്യമെന്ന് പ്രഭ ചോദിക്കുമ്പോൾ സത്യത്തിൽ ഇപ്പോൾ ദേവികയുടെ അവസ്ഥയെ ആലോചിച്ച് തനിക്ക് നല്ല കുറ്റബോധമുണ്ടെന്ന് പ്രഭയോട് നന്ദൻ പറയുന്നു. ഈ സമയത്താണ് ദേവിയാണെങ്കിൽ അങ്ങോട്ട് കയറി വരുന്നത്. പക്ഷെ അവളാണെങ്കിൽ കുറച്ച് മറിഞ്ഞു നിൽക്കുകയാണ്. എന്താണ് അമ്മയും മോനും തമ്മിൽ സംസാരിക്കുന്നത് എന്ന് അറിയാനായിട്ട്. ഇസബല്ല തന്ന സമ്മാനം അത് ഞാൻ കൈപ്പറ്റിയത് മറ്റൊരു ഉദ്ദേശം കൊണ്ടല്ല. ഇസബല്ലയും അങ്ങനെ തന്നെയാണ് എനിക്ക് തന്നിരിക്കുന്നത്. അവൾ അങ്ങനെയൊന്നും ചിന്തിക്കില്ലെന്ന് പറയുമ്പോൾ തന്നെ ദേവിയാണെങ്കിൽ ആകെ ഷോക്കാവുന്നു. കാരണം ഇത്രയും വിലപിടിപ്പുള്ള കാറ് സമ്മാനിച്ചത് ഇസബല്ലയാണെന്നുള്ള സത്യം ദേവിക ആ നിമിഷം മനസ്സിലാക്കുകയാണ്. പിന്നെ അമ്മയോട് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ദേവികയുടെ ആ ഫയല് കാണാതെയായില്ലേ, ആ മോനെ അതിനെക്കുറിച്ച് എന്താ നിനക്ക് പറയാനുള്ളത് എന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ അത് ഞാനാണ് അമ്മ എടുത്തു മാറ്റിയത്. ഇത് കേട്ട് പ്രഭയാണെങ്കിൽ ആകെ ഷോക്കാവുന്നു. മോനെ നീ എന്തീ പറയുന്നത്? അതെ അമ്മേ. അങ്ങനെ ദേവികയാണെങ്കിൽ ആകെ തകർന്നു പോവുകയാണ്. കാരണം അവൾ ഒരിക്കലും നന്ദന്റെ ഭാഗത്ത് നിന്നും ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. തന്നെ ചേർത്ത് പിടിച്ച് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭർത്താവിനെയാണ് നന്ദനിൽ അവൾ ഇതുവരെയും കണ്ടിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ തന്നെ കുഴിയിലേക്ക് ചാടിപ്പിക്കുന്ന നന്ദനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പ്രഭ ചോദിക്കുന്നുണ്ട്, ഇത് എന്തിന്റെ ആവശ്യത്തിന് വേണ്ടി നീ എടുത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ഇസബലയുടെ പാപ്പനാണല്ലോ ഐസക് സാറ്, അദ്ദേഹത്തിന് ഈ ഒരു പാർപ്പിട പദ്ധതിയുടെ ഫയല് വേണമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. ഇത്രയും ചെയ്തു തന്ന അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ തിരിച്ചു ചെയ്യണ്ടേ, അതുകൊണ്ട് ഞാൻ ചെയ്തു പോയതാണ് അമ്മേ. ആ ഫയൽ ഇപ്പോഴും എന്റെ കൈവശം തന്നെയുണ്ട്. ദേവിയെ ചതിക്കാൻ എനിക്ക് യാതൊരു മനസ്സുമില്ല. പക്ഷേ ഞാൻ ആകെ തകർന്ന അവസ്ഥയിലാണ്. ഇതല്ലാതെ എനിക്ക് വേറെ വഴിയില്ലെന്നൊക്കെ പറയുമ്പോൾ, ഓ അതുകൊണ്ടാണോ ഇസബല്ല നിനക്ക് പുതിയ കാറൊക്കെ സമ്മാനിച്ചത്? അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം. എന്തായാലും അച്ഛൻ ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമ്പോൾ എനിക്ക് ആകെ ഒരു കുറ്റബോധം. അതിലുപരി ദേവിക അവൾ പാവാണ്. അവളാണെങ്കിൽ കടന്ന് നട്ടം തിരിയുന്നു. അതൊക്കെ കാണുമ്പോൾ സഹിക്കാൻ കഴിയുന്നില്ലെന്ന് പറയുമ്പോഴേക്കും തന്നെ ദേവിയാണെങ്കിൽ അങ്ങോട്ട് വരികയാണ്. നന്ദനാണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട് ദേവിയെ കാണുമ്പോൾ. നന്ദൻ ഒരു കാര്യം മനസ്സിലാക്കുകയാണ്, ദേവി എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞു എന്ന്. എടോ അപ്പൊ ഇയാൾ എന്നെ ചതിക്കുമായിരുന്നല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ദേവിയാണെങ്കിൽ നന്ദന് നേരെ ചാടി കളിച്ചുകൊണ്ടാണ് വരുന്നത്. ദേവി നീ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്, താൻ ഒന്നും പറയണ്ട. എന്നെ ചതിക്കുകയായിരുന്നു. എന്നെ MLA സ്ഥാനം പോലും നഷ്ടപ്പെടുന്ന ഒരു ചതിയാണ് എന്നോട് ചെയ്തത്. ഇത്രയ്ക്ക് മാത്രം എന്തിനാ എന്നെ എങ്ങനെ ദ്രോഹിക്കുന്നത്? അതിനുവേണ്ടി മാത്രം ഞാൻ എന്താ ചെയ്തത് നന്ദു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേവിയാണെങ്കിൽ പൊട്ടിക്കരയുന്നു. മോളെ എന്ന് വിളിച്ചുകൊണ്ട് പ്രഭാവതിയാണെങ്കിൽ ദേവിക്ക് സമാധാനിപ്പിക്കാൻ വരുമ്പോൾ, മിണ്ടിപ്പോവരുത്. ഇത്രയും നാൾ ഞാൻ കരുതിയത് നിങ്ങൾ എന്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്നാണ്. പക്ഷെ സ്വന്തം മകനെ പടുകുഴിയിലേക്ക് തള്ളിവിടുന്ന ഒരു അമ്മ മാത്രമാണ് നിങ്ങൾ. മരുമകളുടെ കണ്ണീർ എപ്പോഴും നിങ്ങൾക്ക് കാണണം. നിങ്ങൾ ഒരിക്കലും നന്നാവില്ല. നന്നായി എന്ന് കരുതിയ ഞാനാണ് ശരിക്കും മണ്ടത്തി. എന്തായാലും അമ്മയും മോനും കൂടി എന്നെ അങ്ങ് കൊന്നു തരുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേവിയാണെങ്കിൽ ഒച്ചത്തിൽ നിലവിളിച്ച് കരയുകയാണ്. എന്തായാലും നന്ദനാണെങ്കിൽ ആകെ തകർന്നു പോകുന്നുണ്ട് ദേവിയുടെ ഒരു അവസ്ഥയൊക്കെ കണ്ടിട്ട്. അതിലുപരി ദേവിയും. അപ്പൊ കാത്തിരിക്കാം എപ്പിസോഡ്സിനായിട്ട്. ബൈ.